ലൈൻ റെക്റ്റാങ്കിൾ പോലത്തെ ഷേപ്സ് നോക്കി. ഷേപ്സിൽ നമ്മൾ ലൈൻ ഒഴിച്ച് നമ്മൾ എന്ത് വരയ്ക്കുകയാണെങ്കിലും അതിനെ എഡിറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ കൺവേർട്ട് ടു എഡിറ്റബിൾ സ്പ്ലൈൻ കൊടുക്കണം. അതായത് ഞാനിപ്പോൾ ലൈൻ എടുത്തിട്ട് ഇങ്ങനെ വരച്ചു കൊടുക്കുകയാണ്. ജസ്റ്റ് എസ്കേപ്പ് അടിച്ചിട്ട് ഞാൻ ഇതിൻ്റെ പോയി കഴിഞ്ഞാൽ ഇവിടെ നമുക്കതിൻ്റെ വെർട്ടെക്സ്, സെഗ്മെൻറ്റ്, സ്പ്ലൈനൊക്കെ ആയിട്ട് നമുക്കതിനെ എഡിറ്റ് ചെയ്യാൻ പറ്റും. പക്ഷേ ഇത് ഞാനിപ്പം റെക്റ്റാങ്കിൾ എടുത്ത് വരയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാനിതിൽ മോഡിഫൈയിൽ പോയി കഴിഞ്ഞാൽ നമുക്കിതിനെ അങ്ങനെ എഡിറ്റ് ചെയ്യാൻ പറ്റില്ല. ഇതിലാകെ കൂടി ഇതിൻ്റെ സൈഡും തിക്നെസ് അതൊക്കെ എഡിറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. നമുക്ക് ഇതിനും വെർട്ടെക്സും സെഗ്മെൻറ്റും ഒക്കെ ആക്കണമെന്നുണ്ടെങ്കിൽ നമ്മളിതിനെ സെലക്ട് ചെയ്തിട്ട് റെക്റ്റാങ്കിൾ സെലക്ട് ചെയ്തിട്ട് കൺവേർട്ട് ടു എഡിറ്റബിൾ സ്പ്ലൈൻ കൊടുക്കണം. ഓക്കെ, എന്നിട്ട് നമ്മളിതിനെ മോഡിഫൈയിൽ പോകുമ്പോൾ കണ്ടു നമുക്കതിന് വെർട്ടെക്സും സെഗ്മെൻറ്റും സ്പ്ലൈനൊക്കെ ആയിട്ട് നമുക്കിങ്ങനെ എഡിറ്റ് ചെയ്യാനൊക്കെ പറ്റും. ഓക്കെ, നമുക്കിത് യൂസ് ചെയ്തിട്ടൊരു ചെയർ നോക്കാം. നമ്മൾ ആദ്യം ലെഫ്റ്റ് എലിവേഷനിൽ വരിക. ലെഫ്റ്റിൽ വന്നിട്ട് ഇതാണ് നമ്മുടെ ആ ഒരു സെൻറ്ററിലുള്ള ആ ഒരു വെർട്ടെക്സ് എന്ന് പറയുന്നത്. ഇതിൽ ഈ സെൻറ്ററിൽ കാണുന്ന ഈ ഒരു ലൈനില്ലേ, ഇവിടെ നിന്ന് ഒരു 5 സെഗ്മെൻറ്റ് അല്ലെങ്കിൽ 5 ഗ്രിഡ് ഇങ്ങോട്ടേക്ക്, പിന്നെ താഴത്തോട്ടേക്ക് ഒരു ഗ്രിഡ്. ഓക്കെ, അപ്പോൾ നമ്മൾ ആദ്യം അതിന് മുന്നേ ഇവിടെ സ്നാപ്പ് ഓൺ ആക്കിയിട്ട് അതിൽ റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ ഗ്രിഡ് പോയിൻ്റ് ഓൺ ആക്കിയിടാം. ഓക്കെ, പിവട്ട് ഓഫ് ആക്കണം, ഗ്രിഡ് പോയിൻ്റ് ഓൺ ആക്കണം. ഓക്കെ, എന്നിട്ട് ഇവിടെ നിന്ന് നമ്മൾ ലൈൻ എടുക്കാം. ലൈൻ എടുത്തിട്ട് കണ്ടോ, അപ്പോൾ നമ്മൾ ഗ്രിഡ് പോയിൻ്റ് ഓൺ ആക്കുമ്പോൾ കണ്ടോ ഓരോ എൻഡിലും ഇങ്ങനെ ആ ഒരു പോയിൻ്റ് നമുക്ക് ഇങ്ങനെ കിട്ടും. അപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് ഒരു 5, താഴത്തോട്ടേക്ക് ഒരു 1 എടുത്തിട്ട് ഇങ്ങനെ നമ്മൾ ആ ഒരു ഗ്രിഡിനെ കണക്ട് ചെയ്ത് വരയ്ക്കാം. മുകളിലോട്ടേക്ക് ഒരു 7 കൊടുക്കാം. 7, പിന്നെ ഇങ്ങോട്ടേക്ക് ഒരു സെഗ്മെൻറ്റ്. ഓക്കെ, ഇത്രയും കൊടുക്കുക. അപ്പം ഇങ്ങനെ ചെയറിൻ്റെ ആ ഒരു ഇങ്ങനത്തെ ഒരു ഷേപ്പ് നമുക്ക് കിട്ടും. എന്നിട്ട് നമ്മൾ ഇതിനെ സെലക്ട് ചെയ്തിട്ട് ഇതിനെ നമ്മൾ ഇപ്പം ഞാൻ പെർസ്പെക്റ്റീവിലിട്ടു. ഇതിനെ നമുക്ക് ഈ ഒരു ഇതിപ്പോൾ ഇങ്ങനെ കോർണർ പോലെയാണ് വന്നേക്കുന്നത്. അപ്പോൾ നമുക്കിതിൻ്റെ എഡ്ജൊക്കെ ഒന്ന് ഫില്ലറ്റ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളിവിടെ ലൈനിൽ വെർട്ടെക്സിലോട്ട് ഇടുക. എന്നിട്ട് നമ്മൾ ലെഫ്റ്റ് എലിവേഷനിൽ വന്നിട്ട് ഇതിൻ്റെ ഈ കോർണേഴ്സ്, അതായത് ഇങ്ങനെ ഡ്രാഗ് ചെയ്ത് സെലക്ട് ചെയ്യുക. വെർട്ടെക്സിലിട്ടിട്ട് കൺട്രോൾ യൂസ് ചെയ്തിട്ട് ഇതിൻ്റെ കോർണേഴ്സിനെ മാത്രം ഇങ്ങനെ ഡ്രാഗ് ചെയ്തിട്ട് സെലക്ട് ചെയ്യുക. ഓക്കെ, എന്നിട്ട് ഇവിടെ ഒരു ഫില്ലറ്റ്, ഇവിടെ താഴത്തോട്ട് സ്ക്രോൾ ചെയ്ത് നമുക്കിവിടെ ഫില്ലറ്റ് ഓപ്ഷൻ ഉണ്ട്. ഫില്ലറ്റ് ഒരു 0.5, ഫില്ലറ്റ് ഒരു 2 കൊടുക്കാം. സെലക്ട് ചെയ്യുക. ഈ 5 കൊടുക്കാം. കൊടുത്തു. ഇനി നമ്മൾ എന്നിട്ട് ഇതിനെ പെർസ്പെക്റ്റീവ് ഇട്ട് കഴിഞ്ഞാൽ നമുക്കിത് ഇങ്ങനെ വരും. നമ്മളിവിടെ ലൈനിലോട്ടാക്കിയിട്ട് ഈ സ്നാപ്പ് മോഡ് ഓഫ് ആക്കുക. എന്നിട്ട് ഇതിനെ സെലക്ട് ചെയ്തിട്ട് ഇതിൻ്റെ ഒരു കോപ്പി എടുത്തിട്ട് ഇങ്ങോട്ടേക്ക് മാറ്റി വയ്ക്കുക. ജസ്റ്റ് സെലക്ട് ചെയ്യുക. എന്നിട്ട് ഇപ്പോൾ ഇങ്ങോട്ടേക്ക് ലെഫ്റ്റ് ഈ 2 സൈഡിലോട്ട് ഏതെങ്കിലും ഒരു സൈഡിലോട്ടേക്ക്
ഷിഫ്റ്റ് പിടിച്ചിട്ട് ഒരു കോപ്പി എടുത്ത് വയ്ക്കാം. ഓക്കെ, കോപ്പി കൊടുക്കുക, ഓക്കെ കൊടുക്കുക. എന്നിട്ട് നമ്മൾ ടോപ്പിൽ ചെല്ലുക. ടോപ്പ് വ്യൂവിൽ ചെന്നിട്ട് നമ്മൾ ഇതിനെ സെലക്ട് ചെയ്തിട്ട് നമ്മളിവിടെ സ്പ്ലൈനിൽ ചെന്നിട്ട് സ്പ്ലൈനിലേക്ക് ഇടുക. എന്നിട്ട് ഇതിനെ സെലക്ട് ചെയ്യുക. ഇവിടെ താഴെ നമുക്കൊരു കണക്റ്റ് എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ ഉണ്ട് ജിയോമെട്രിയിൽ. കണക്റ്റ് കോപ്പി എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ ഉണ്ട്. ഈ കണക്റ്റ് നമ്മളൊന്ന് ടിക്ക് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമ്മൾ ഷിഫ്റ്റ് യൂസ് ചെയ്തിട്ട് ഒരു 5 ഗ്രിഡ് നീക്കി വയ്ക്കുക. 5 ഗ്രിഡോളം നീക്കി വെച്ചു. എന്നിട്ട് ജസ്റ്റ് ഇതിൻ്റെ പെർസ്പെക്റ്റീവ് വ്യൂ നോക്കി കഴിഞ്ഞാൽ ഇങ്ങനെ ഇരിക്കും. ഓക്കെ, എന്നിട്ട് നമ്മളിതിൽ ഇതിൽ നമ്മൾ സെഗ്മെൻറ്റിലോട്ട് ഇട്ടിട്ട് ഈ ഒരു സെഗ്മെൻറ്റിനെ ഡിലീറ്റ് ചെയ്യുക, ഈ ഒരു സെഗ്മെൻറ്റിനെ ഡിലീറ്റ് ചെയ്യുക. പിന്നെ ഇതിലുള്ള ഈ ഒരു സെഗ്മെൻറ്റിനെ ഇതിനെ ഡിലീറ്റ് ചെയ്യുക. ഓക്കെ, ഇത്രയും ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ആ ഒരു ഇങ്ങനെ ഒരു ഷേപ്പ് കിട്ടും. ഇനി ഇതിൽ നമുക്ക് ഇത് ആ ചെയറിൻ്റെ ഒരു ഫ്രെയിം പോലെയാണ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നത്. നമ്മളിതിനെ സെലക്ട് ചെയ്തിട്ട് ഇവിടെ വെർട്ടെക്സ് എടുക്കുക. വെർട്ടെക്സ് എടുത്തിട്ട് ഇതിൻ്റെ കോർണറൊക്കെ ഒന്ന് കൺട്രോൾ യൂസ് ചെയ്തിട്ട് സെലക്ട് ചെയ്ത് കൊടുക്കാം. 4 കോർണേഴ്സ് ഇങ്ങനെ സെലക്ട് ചെയ്തിട്ട് റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് നമ്മളിവിടെ വെൽഡ് വെർട്ടിസസ് എന്ന് പറഞ്ഞിട്ട് ഓപ്ഷൻ ഉണ്ട്, ഇത് കൊടുക്കാം. ഓക്കെ, ഇത്രയും ചെയ്തിട്ട് നമ്മൾ നമ്മുടെ ഇവിടെ വെർട്ടെക്സിൻ്റെ ഇവിടെ എനേബിളിംഗ് റെൻഡറും എനേബിളിംഗ് വ്യൂ പോർട്ടും ടിക്ക് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ കണ്ടോ, ഇവിടെ ഇങ്ങനെ ഫ്രെയിം പോലെ വന്നിട്ടുണ്ട്. നമ്മൾ ആ വെൽഡ് വെർട്ടെക്സ് കൊടുത്ത് എന്തിനാന്ന് വെച്ചാൽ ഇതിൻ്റെ കോർണർ ഇങ്ങനെ നമുക്ക് ആ ഒരു വെൽഡ് ചെയ്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇനിയിപ്പോൾ ഈ ഒരു ഫ്രെയിമിൻ്റെ ഡയോമീറ്റർ നമുക്കിവിടെ തിക്നെസ്സും ഡയോമീറ്ററൊക്കെ നമുക്കിവിടെ കൂട്ടണമെന്നുണ്ടെങ്കിൽ ഇവിടെ ഇങ്ങനെ കൂട്ടി കൊടുക്കാം. ഓക്കെ, ഇതിപ്പോൾ 1 തന്നെ കൊടുത്തു. ഇനി നമുക്ക് ആ ഒരു സീറ്റിങ് കൊടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു കോപ്പി എടുത്ത് വെച്ചത്. ഇതിന് സെലക്ട് ചെയ്തിട്ട് നമ്മൾ ഒരു ഔട്ട്ലൈൻ കൊടുക്കാം. സ്പ്ലൈനിലോട്ട് ഇടുക. എന്നിട്ട് ഇവിടെ ഔട്ട്ലൈൻ എന്ന് പറഞ്ഞിട്ട് ഓപ്ഷൻ ഉണ്ട്, ഇത് ഓൺ ആക്കിയിട്ട് ഒരു 1 സെൻറ്റിമീറ്റർ കൊടുക്കുക. കൂടെ കണ്ടു, ഒരു 1 സെൻറ്റിമീറ്റർ ഒരു ഔട്ട്ലൈൻ വന്നിട്ടുണ്ട്. എന്നിട്ട് ഇതിനെ സെലക്ട് ചെയ്തിട്ട് നമ്മളിവിടെ മോഡിഫൈ ലിസ്റ്റിൽ പോയിട്ട് എക്സ്ട്രൂഡ് കൊടുക്കാം. EX അടിച്ച് എക്സ്ട്രൂഡ് എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ ഉണ്ട്, ഇത് കൊടുക്കാം. എന്നിട്ട് അവിടെ അതിൻ്റെ വാല്യൂ എമൗണ്ട് എന്ന് പറയുന്നിടത്ത് നമ്മൾ നേരത്തെ ഇത് ടോട്ടൽ 50 അല്ലേ കൊടുക്കുക. അപ്പോൾ ഇതിനൊരു 45 എങ്ങാനും കൊടുക്കാം, അല്ല 49. കണ്ടോ, ഇങ്ങനെ ഒരു സീറ്റിംഗ് വന്നിട്ടുണ്ട്. നമ്മൾ ടോപ്പിലേക്ക് വന്നിട്ട് ഈ ഒരു ഇതിനെടുത്തിട്ട് ഇതിനെടുത്തിട്ട് ഇതാണ് നമ്മുടെ ആ ഒരു സീറ്റിംഗ്. ഇതിനെ സെലക്ട് ചെയ്തിട്ട് ഇങ്ങോട്ടേക്ക് നമുക്ക് നീക്കി വെക്കണം. അപ്പോൾ ടോപ്പിൽ വരിക, എന്നിട്ട് ജസ്റ്റ് ഇതിനെങ്ങനെ മൂവ് ചെയ്തിട്ട് ഏകദേശം അതിൻ്റെ സെൻറ്ററിൽ കൊണ്ടിട്ട് നമ്മുടെ ആ ഒരു ഫ്രെയിമും ആ ഒരു സീറ്റിങ്ങും ആയിട്ടുണ്ട്. ഓക്കെ, ഇനി നമുക്കിതിനെ ലെഗ് വരയ്ക്കണം. അതിന് കളർ നമുക്കൊന്ന് വേണമെങ്കിൽ ചേഞ്ച് ചെയ്ത് കൊടുക്കാം. ഓക്കെ, ഇനി ഇതിനെ ലെഗ് വരയ്ക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ടോപ്പിലിട്ടിട്ട് ഇവിടെ പോയിട്ട് റെക്റ്റാങ്കിൾ എടുക്കുക. റെക്റ്റാങ്കിൾ എടുത്തിട്ട് ജസ്റ്റ് ഇതിനെ കവർ ചെയ്യുന്ന രീതിയിൽ ഒരു റെക്റ്റാങ്കിൾ വരച്ചു കൊടുക്കുക. അതിന് മുന്നേ ഇവിടെ എനേബിളിംഗ് റെൻഡറും എനേബിളിംഗ് വ്യൂ പോർട്ടും അൺടിക്ക് ചെയ്ത് കൊടുക്കുക. എന്നിട്ടാണ് റെക്റ്റാങ്കിൾ വരച്ചു. ഇത് നമ്മൾ പെർസ്പെക്റ്റീവിൽ പോയി കഴിഞ്ഞാൽ നമ്മുടെ റെക്റ്റാങ്കിൾ ഇവിടെ ഉണ്ട്. ഇനി ഇതിന് നമ്മൾ പറഞ്ഞു ലൈൻ ഒഴിച്ച് ബാക്കി എന്ത് വരയ്ക്കുകയാണെങ്കിലും നമുക്കത് എഡിറ്റ് ചെയ്യണമെങ്കിൽ
കൺവേർട്ട് ടു എഡിറ്റബിൾ സ്പ്ലൈൻ കൊടുക്കണം. അപ്പോൾ നമ്മളിത് ഇങ്ങനെ സെലക്ട് ചെയ്തിട്ട് റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് കൺവേർട്ട് ടു എഡിറ്റബിൾ സ്പ്ലൈൻ കൊടുത്തു. എന്നിട്ട് നമ്മൾ ലെഫ്റ്റ് വ്യൂവിൽ ചെന്നിട്ട് ഇതിനെനിക്കിങ്ങനെ താഴത്തോട്ടേക്ക് വെക്കണം. അപ്പം അതിന് വേണ്ടിയിട്ട് പെർസ്പെക്റ്റീവിൽ ചെന്നിട്ട് ഈ ഒരു റെക്റ്റാങ്കിളിനെ സെലക്ട് ചെയ്യുക. ഓക്കെ, എന്നിട്ട് ലെഫ്റ്റ് വ്യൂവിൽ വന്നിട്ട് ഇവിടെ നമ്മൾ ഈ ഒരു കണക്റ്റ് സ്പ്ലൈൻ എടുക്കുക, സെലക്ട് ചെയ്യുക. ഇവിടെ നമ്മൾ കണക്റ്റ് കോപ്പി ജിയോമെട്രിയിൽ കണക്റ്റ് കോപ്പി ഓൺ ആക്കുക. എന്നിട്ട് ഷിഫ്റ്റ് പിടിച്ചിട്ട് താഴത്തോട്ടേക്ക് ഒരു 4 എണ്ണം, ഒരു 4 എണ്ണം ഇറക്കി വെച്ചു. ഇറക്കി വെച്ചു. എന്നിട്ട് പെർസ്പെക്റ്റീവിൽ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ വരും. എന്നിട്ട് ഇതിൽ നമ്മൾ സെഗ്മെൻറ്റിലോട്ട് ഇട്ടിട്ട് ഇതിനെ സെലക്ട് ചെയ്ത് ഡിലീറ്റ് ചെയ്യുക. ഇതിനെ സെലക്ട് ചെയ്ത് ഡിലീറ്റ് ചെയ്യുക. പിന്നെ ഡിലീറ്റ് ചെയ്യുക. ഇതിനെ ഡിലീറ്റ് ചെയ്യാം. ഓക്കെ, ഇതിനെ ഡിലീറ്റ് ചെയ്യാം. ഇനി ഡിലീറ്റ് ചെയ്യാം. ഇത്രയും കാര്യങ്ങൾ ഡിലീറ്റ് ചെയ്തിട്ട് ഇരിക്കും. മുകളിലോട്ടേക്ക് കുറച്ച് മൂവിയിലേക്ക്. ഓക്കെ, ഇങ്ങനെ ഇരിക്കും. ഇനിയിപ്പോൾ ഇത് നമ്മുടെ ലെഗാണ്. ഇതിൻ്റെ ഈ ഒരു സൈഡ് നമുക്ക് ഇങ്ങനെ കോർണർ അല്ലെങ്കിൽ നമുക്ക് ഇതിൻ്റെ സൈഡ് നമുക്ക് ഒന്ന് ഫില്ലറ്റ് കൊടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ മൊത്തത്തിൽ ഇതിനെ സെലക്ട് ചെയ്തിട്ട് റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് 2 വെർട്ടിസസ് കൊടുക്കുക. ഓക്കെ, എന്നിട്ട് നമ്മൾ ഈ ഒരു മൊത്തത്തിൽ ഇതിനെ സെലക്ട് ചെയ്തിട്ട് ഇവിടെ ഫില്ലറ്റ് സ്പ്ലൈൻ എടുക്കുക, വെർട്ടെക്സ് എടുക്കുക, മൊത്തത്തിൽ സെലക്ട് ചെയ്യുക. എന്നിട്ട് ഇവിടെ താഴെ ഫില്ലറ്റ് ഉണ്ട്. ഫില്ലറ്റ് സെലക്ട് ചെയ്യുക. ഫില്ലറ്റ് ഒരു നേരത്തെ കൊടുത്ത പോലെ 5 ആയിട്ടൊരു ഫില്ലറ്റ് കൊടുക്കുക. നമുക്ക് ഇങ്ങനെ വരും. ഇതിൻ്റെ ഇതൊക്കെ നമുക്ക് ആ ഒരു അഡ്ജസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ വീണ്ടും നമ്മൾ ലെഫ്റ്റിൽ വന്നിട്ട് പിന്നെ സെലക്ട് ചെയ്തിട്ട് മൂവ് യൂസ് ചെയ്തിട്ട് കുറച്ച് താഴത്തോട്ടേക്ക് ഇറക്കി വയ്ക്കുക. അപ്പോൾ തന്നെ ഇങ്ങനെ സെലക്ട് ചെയ്യുക, കുറച്ച് ഇങ്ങോട്ടേക്ക് ഇറക്കാം. എന്നിട്ട് ഇതിൻ്റെ ഈ ഒരു ലെങ്ത്ത് കുറയ്ക്കാൻ വേണ്ടി ജസ്റ്റ് ഇതിനെ ഇങ്ങനെ ഒക്കെ ക്രോസ് ഇങ്ങനെ വിൻഡോ ആയിട്ട് ഇങ്ങനെ ഡ്രാഗ് ചെയ്ത് സെലക്ട് ചെയ്യണം. എന്നിട്ട് ഇങ്ങനെ കുറച്ച് നീക്കാം. ഓക്കെ, ഇതിനൊന്ന് ഹൈഡ് ചെയ്ത് കൊടുക്കാം. റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് ഹൈഡ് സെലക്ഷൻ കൊടുത്തു. ഇതിനൊന്ന് റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് ഹൈഡ് സെലക്ഷൻ കൊടുത്തു.
ഷേപ്പിൻ്റെ ഈ ഒരു ലെങ്ത്ത് കുറയ്ക്കാൻ വേണ്ടിയിട്ട് ലെഫ്റ്റിലിട്ടിട്ട് ഇതിനിങ്ങനെ വെർട്ടെക്സ് എടുക്കുക, ഇങ്ങനെ സെലക്ട് ചെയ്യുക, പെർസ്പെക്റ്റീവിലിട്ടിട്ട് നമ്മൾ ഈ ഒരു ലെങ്ത്ത് കുറച്ച് കൊടുക്കാം. എന്നിട്ട് നമ്മൾ അൺഹൈഡ് ചെയ്യുക. ഇത്രയും കഴിഞ്ഞിട്ട് നമ്മളിവിടെ സ്പ്ലൈനിലോട്ട് അല്ലെങ്കിൽ ഇതിലേക്ക് ഇട്ടിട്ട് നമ്മളിവിടെ എനേബിൾ ഇന്നർ റെൻഡറും എനേബിളിങ് വ്യൂ പോർട്ടും ഓണാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ നമ്മുടെ ആ ഒരു ലെഗ് ഇവിടെ ആയിട്ടുണ്ട്. ഓക്കെ, ഇനി ഇതിലേക്ക് ഇതിൻ്റെ തിക്നെസ് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് കൂട്ടണമെന്നുണ്ടെങ്കിൽ ഇവിടെ തിക്നെസ് ഇവിടെ നമുക്ക് കൂട്ടി കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്കിതിൻ്റെ ആ ഒരു ഹാൻഡ് റെസ്റ്റ് കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ ഒരു എക്സ്ട്രൂഷനെയും ഹൈഡ് ചെയ്യുക, ഈ ഒരു ലെഗിനെയും ഹൈഡ് ചെയ്യുക. ഓക്കെ, എന്നിട്ട് നമ്മൾ ടോപ്പിലിട്ടിട്ട് ഇതിനെ നമ്മൾ ഈ ഒരു എനേബിളിങ് റെൻഡറും എനേബിളിങ് വ്യൂ പോർട്ടും അൺടിക്ക് ചെയ്യുക, പെർസ്പെക്റ്റീവിലിടുക. ഇതിലെ വെർട്ടെക്സ് സെഗ്മെൻറ്റ് കൊടുത്തിട്ട് ഇതിനെ സെലക്ട് ചെയ്യുക, കൺട്രോൾ യൂസ് ചെയ്തിട്ട് ഇതിനെ സെലക്ട് ചെയ്യുക, ഇതിനെ സെലക്ട് ചെയ്യുക, ഇതിനെ സെലക്ട് ചെയ്യുക. ഓക്കെ, എന്നിട്ട് നമ്മൾ ഇതിനെ കുറച്ച് പൊക്കിയിട്ട് ഇതിനെയാണ് നമ്മൾ ഹാൻഡ് റെസ്റ്റ് ആക്കാൻ പോകുന്നത്, കോപ്പി ചെയ്തിട്ട് എടുക്കുക. അപ്പോൾ അതിന് അങ്ങനെ കോപ്പി ചെയ്യണേക്കാൾ മുന്നേ ഇവിടെ ലെഫ്റ്റിൽ പോയിട്ട് റൈറ്റിൽ പോയിട്ട് നമ്മളിവിടെ കണക്റ്റ് കോപ്പി ഓഫാക്കിയില്ല, കണക്റ്റ് കോപ്പി ഓഫാക്കിയില്ല. ഓക്കെ, എന്നിട്ട് നമ്മൾ ഷിഫ്റ്റ് യൂസ് ചെയ്തിട്ട് കുറച്ചൊന്നിങ്ങനെ പൊക്കി വയ്ക്കുക. ഓക്കെ, ഇങ്ങനെ വെച്ചിട്ട് നമ്മൾ ഇതിനെ സെലക്ട് ചെയ്തിട്ട് ഇതിനെ നമ്മളിപ്പം ഡിറ്റാച്ച് ചെയ്യണം. അതായത് നമ്മളിപ്പോൾ ഇതിൻ്റെ ഈ ഹാൻഡ് റെസ്റ്റും പിന്നെ ഈ ഒരു ഫ്രെയിമും ഒരേ തിക്നെസ് ആവില്ല. ഹാൻഡ് റെസ്റ്റിന് കുറച്ച് തിക്നെസ് കൂടുതലായിരിക്കും, അല്ലെങ്കിൽ അത് റെക്റ്റാങ്കിൾ ഷേപ്പിലൊക്കെ ആയിരിക്കും. അപ്പോൾ നമുക്ക് ഇതിനെ ഡിറ്റാച്ച് ചെയ്യണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഈ ഒരു സെഗ്മെൻ്റ് ആയിട്ട് കൺട്രോൾ യൂസ് ചെയ്ത് സെലക്ട് ചെയ്തിട്ട് ഇവിടെ നമ്മൾ പോയി കഴിഞ്ഞാൽ ഡിറ്റാച്ച് എന്ന് പറഞ്ഞിട്ട് ഓപ്ഷൻ ഉണ്ട്, അത് കൊടുക്കുക. എന്നിട്ട് ഇപ്പോൾ ഇവിടെ ഒരു പേര്, എന്തെങ്കിലും പേര് കൊടുക്കുക. അപ്പോൾ ഇത് കണ്ടോ, ഇത് രണ്ടും സെപ്പറേറ്റ് സെലക്ഷൻ ആയിട്ടുണ്ട്. ഓക്കെ, എന്നിട്ട് നമ്മൾ ഇതിനെ ഇതിലോട്ടേക്ക് മുട്ടിച്ച് വെക്കണം. അപ്പോൾ അതിന് വേണ്ടി ഇതിനെ സെലക്ട് ചെയ്യുക, എഡിറ്റബിൾ സ്പ്ലൈൻ എടുത്തിട്ട് വെർട്ടെക്സ് കൊടുക്കുക. എന്നിട്ട് ഇതിനെ ലെഫ്റ്റിലിട്ടിട്ട് ഈ ഒരു സൈഡ് ഇങ്ങനെ സെലക്ട് ചെയ്തിട്ട് പെർസ്പെക്റ്റീവിലിട്ടിട്ട് ഈ ഒരു ഇതിനെ ഇങ്ങോട്ടേക്ക് കുറച്ച് ഇങ്ങനെ മുട്ടിച്ച് വെക്കും. ഓക്കെ, എന്നിട്ട് നമ്മളിവിടെ എനേബിളിങ് റെൻഡറും എനേബിളിങ് വ്യൂ പോർട്ടും ഓൺ ആക്കാം. എന്നിട്ട് ഇതിൻ്റെയും എനേബിളിങ് റെൻഡറും എനേബിളിങ് വ്യൂ പോർട്ടും ഓൺ ആക്കുക. റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് അൺഹൈഡ് ഓൾ കൊടുക്കുക. എന്നിട്ട് നമുക്ക് ഇതിൻ്റെ ഷേപ്പ്, ഇതിപ്പോൾ സർക്കുലർ ഷേപ്പ് അല്ലെങ്കിൽ ഇതിൻ്റെ സൈസൊക്കെ മാറ്റണം എന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഇവിടെ തിക്നെസ് ഇവിടെ ഇങ്ങനെ കൂട്ടാം. അപ്പോൾ അതിൻ്റെ മാത്രമായിട്ട് കൂടും. അതുപോലെ തന്നെ ഇപ്പോൾ റേഡിയൽ എന്നുള്ളത് ഇവിടെ റെക്റ്റാങ്കിൾ കൊടുക്കാം. ഓക്കെ, റെക്റ്റാങ്കിൾ കൊടുത്താൽ കണ്ടോ ഇങ്ങനത്തെ ഷേപ്പിൽ നമുക്ക് ഹാൻഡ് റെസ്റ്റ് കൊടുക്കാൻ പറ്റും. ഓക്കെ, ഇതിൻ്റെ സൈസൊക്കെ ഒന്ന് ചേഞ്ച് ചെയ്ത് കൊടുത്തു. ഒരു 4 ഇഞ്ച് ലെങ്ത്ത്, ഒരു 4ഉം ഒരു 2ഉം കൊടുത്താൽ മതി. ഒന്ന് കുറച്ചും കൂടി ഇങ്ങോട്ടേക്ക് നീക്കി വെക്കണം. എന്നിട്ട് ഇതിനെ മൊത്തത്തിലൊരു ഗ്രൂപ്പ് ആക്കാം. സെലക്ട് ചെയ്യുക, ഇവിടെ പോയിട്ട് ഗ്രൂപ്പ് കൊടുക്കുക, പേര് കൊടുക്കുക, ഓക്കെ കൊടുക്കുക. അപ്പോൾ ഇതൊറ്റൊരു ഗ്രൂപ്പായിട്ട് വരും. ഓക്കെ, അപ്പോൾ ഇതൊന്ന് വരച്ച് നോക്കുക. നമുക്ക് നെക്സ്റ്റ് ബിവൽ എന്ന് പറഞ്ഞിട്ടൊരു ടൂൾ നോക്കാം. ഫയലിൽ പോയിട്ട് റീസെറ്റ് ചെയ്തു. റീസെറ്റ് ചെയ്തു. ഇനി ബിവൽ കൊടുക്കാൻ വേണ്ടിയിട്ട് ആദ്യം നമ്മളിതിൽ ഒരു റെക്റ്റാങ്കിൾ വരച്ചു. ജസ്റ്റ് റെക്റ്റാങ്കിൾ വരച്ചിട്ട് പിന്നെ സെലക്ട് ചെയ്തിട്ട് ഇവിടെ മോഡിഫൈ ലിസ്റ്റിൽ പോയി കഴിഞ്ഞാൽ ബിവൽ ഉണ്ട്. ബിവൽ കൊടുത്തു. ബിവൽ എടുത്തിട്ട് ഇവിടെ താഴത്തോട്ടേക്ക് സ്ക്രോൾ ചെയ്താൽ ഇവിടെ കണ്ടു സ്റ്റാർട്ട് ഔട്ട്ലൈൻ ഉണ്ട്. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ആ ഒരു ഔട്ട്ലൈനിൻ്റെ തിക്നെസ് കൂടും.
പിന്നെ ലെവൽ 1, 2, 3. ഓക്കെ, അപ്പോൾ ഇവിടെ ലെവൽ 1 ഞാനിവിടെ ഹൈറ്റ് കൊടുത്താൽ കണ്ടോ, അതൊരു ബോക്സ് ആയിട്ട് വരും. പിന്നെ അതിൻ്റെ ഔട്ട്ലൈനിൻ്റെ വാല്യൂ നമ്മളിങ്ങനെ കൂട്ടി കൊടുത്താൽ കണ്ടോ, പുറത്തോട്ടേക്ക് അല്ലെങ്കിൽ അകത്തോട്ടേക്ക് ഇങ്ങനെ ഈ ഒരു ഷേപ്പ് വരും. പിന്നെ ഇപ്പോൾ ലെവൽ 1 നമ്മൾ ചെയ്തത്. ഇനി ഞാനിവിടെ ലെവൽ 2 ടിക്ക് ചെയ്തിട്ട് അതിൻ്റെ ഹൈറ്റ് കഴിഞ്ഞാൽ കണ്ടു മുകളിൽ ആ ഒരു ഇതിന് ഹൈറ്റ് കൂടും. ഓക്കെ, എന്നിട്ട് അതിൻ്റെ ഔട്ട്ലൈനിൻ്റെ വാല്യൂ കൊടുത്തു കഴിഞ്ഞാൽ കണ്ടോ ഇങ്ങനെ വരും. ഉള്ളിലോട്ടേക്കാണെങ്കിൽ ഇങ്ങനെ, അല്ലെന്നുണ്ടെങ്കിൽ ഇങ്ങനെ വരും. ലെവൽ 3 കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ ഹൈറ്റും നമുക്കിങ്ങനെ കൊടുക്കാം. അതുപോലെ തന്നെ അതിൻ്റെ ഔട്ട്ലൈൻ വാല്യൂ നമുക്കിങ്ങനെ ഉള്ളിലോട്ട് പുറത്തോട്ടേക്ക് അല്ലെങ്കിൽ പുറത്തോട്ടേക്ക് അങ്ങനെ കൊടുക്കാം. ഓക്കെ, ഇങ്ങനെയൊക്കെ ഓരോ ഷേപ്പ് കൊടുക്കാൻ വേണ്ടിയിട്ട് നമുക്കത് യൂസ് ചെയ്യാം. പിന്നെ നമ്മളിവിടെ ഇങ്ങനെ സെലക്ട് ചെയ്തിട്ട് നമ്മളിവിടെ സെഗ്മെൻറ്റ് വാല്യൂ കുറച്ച് കൂട്ടുക. ഇവിടെ കണ്ടോ, സെഗ്മെൻറ്റ് വാല്യൂ കുറച്ച് കൂട്ടുമ്പോൾ നമുക്കിവിടെ ചേഞ്ച് ഒന്നും വരില്ല. ഇവിടെ കേർവിഡിലിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ കണ്ടോ ആ ഒരു സെഗ്മെൻറ്റ് കൊടുത്തതിനുള്ള ആ ഒരു ചേഞ്ച് ഇവിടെ കാണിക്കും. ഇനിയിപ്പോൾ നമുക്കിവിടെ സ്റ്റാർട്ട് ക്യാപ്പിംഗ് എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ ഉണ്ട്. സ്റ്റാർട്ട് ക്യാപ്പിംഗ് ആണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ താഴെ ഒരു ക്യാപ്പ് പോലെ വരും. ഞാനിപ്പോൾ ഇവിടെ എൻ ക്യാപ്പാണ് കൊടുത്തെങ്കിൽ മുകളിൽ ഇങ്ങനെ ഒരു ക്യാപ്പ് പോലെ വരും. ഓക്കെ, ഇനിയിപ്പോൾ ഇതിപ്പോൾ ഈ ഷേപ്പിലുള്ള ഒരു റെക്റ്റാങ്കിൾ ആണ്. ഇതിന് നമുക്ക് കുറച്ച് ഷേപ്പ് ചേഞ്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടെ റെക്റ്റാങ്കിളിൽ പോയിട്ട് അതിൻ്റെ ലെങ്ത്തൊക്കെ ഒന്ന് ചേഞ്ച് ചെയ്ത് കൊടുത്താൽ മതി. ഓക്കെ, കൊടുക്കാം. നിങ്ങളിലിടുക. ഇതിപ്പോൾ ഒരു പ്ലെയിൻ പോലെയാണ് വന്നേക്കുന്നത്. നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാം ഇതൊരു പ്ലെയിൻ പോലെയാണ് വന്നേക്കുന്നത്. ഇതിന് തിക്നെസ് ഇല്ല. അത് തിക്നെസ് കൊടുക്കണമെന്നുണ്ടെങ്കിൽ നമുക്കിതിനെ സെലക്ട് ചെയ്തിട്ട് നമ്മൾ ഷെല്ല് കൊടുത്താൽ മതി. പാരാമെട്രിക്കിൽ നമ്മളിവിടെ ഷെല്ല് കൊടുക്കുക. ഷെല്ല് കൊടുത്തിട്ട് ഇവിടെ വാല്യൂ ഇന്നർ വാല്യൂ കൊടുത്തു കഴിഞ്ഞാൽ കണ്ടു ഇവിടെ നമുക്ക് ആ ഒരു തിക്നെസ് ഉള്ള ഒരു പാത്രത്തിൻ്റെ ഒക്കെ ഒരു ഡിസൈൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ ഒരു ഇത് നമുക്ക് യൂസ് ചെയ്യാം. ഓക്കെ, അതുപോലെ തന്നെ ഈ വിവൽ യൂസ് ചെയ്തിട്ട് നമുക്ക് മറ്റേ ഈ ഡോറിൻ്റെ വുഡൻ ഡോറൊക്കെ ഉണ്ടാവില്ലേ, വുഡൻ വിൻഡോ ഡോർ പാനലൊക്കെ, അതൊക്കെ നമുക്ക് ഈ ഒരു ഇതിൽ ഡിസൈൻ ചെയ്യാം. അത് നോക്കാം. നമ്മൾ ആദ്യം ഒരു റെക്റ്റാങ്കിൾ എടുത്തിട്ട് ഒരു റെക്റ്റാങ്കിൾ ആദ്യം വരച്ചു. എന്നിട്ട് ഇതിനെ റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് കൺവേർട്ട് ടു എഡിറ്റബിൾ സ്പ്ലൈൻ കൊടുത്തു. എന്നിട്ട് ഇതിനെ സെലക്ട് ചെയ്തിട്ട് നമ്മളിവിടെ അല്ല വെർട്ടെക്സിനെ സെലക്ട് ചെയ്തിട്ട് അല്ലെന്നുണ്ടെങ്കിൽ സ്പ്ലൈനിനെ സെലക്ട് ചെയ്തിട്ട് ഇവിടെ ഒരു ഔട്ട്ലൈൻ എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ ഉണ്ട് താഴെ. ഔട്ട്ലൈൻ ഇത് കൊടുത്തിട്ട് കുറച്ചൊന്ന് ഒരു ഔട്ട്ലൈൻ പോലെ ഇവിടെ ഇങ്ങനെ കൊടുത്തു. ഓക്കെ, എന്നിട്ട് ഇതിനെ സെലക്ട് ചെയ്തിട്ട് നമ്മൾ നമ്മുടെ മോഡിഫൈ ലിസ്റ്റിൽ പോയിട്ട് ബിവൽ കൊടുക്കാം. ഓക്കെ, ബിവൽ കൊടുത്തിട്ട് ഇവിടെ നമ്മൾ ലെവൽ 1 ഹൈറ്റ് കുറച്ച് കൊടുക്കാം. ഓക്കെ, ലെവൽ 1 ഹൈറ്റ് കൊടുത്തു. എന്നിട്ട് ഔട്ട്ലൈൻ വേണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ കൊടുക്കാം, എന്നുണ്ടെങ്കിൽ ഇങ്ങനെ കൊടുക്കാം. എന്നിട്ട് ഇവിടെ ടോപ്പിലിട്ടിട്ട് ഇതിൻ്റെ ഒരു കോപ്പി എടുക്കാം. കോപ്പി എടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഷിഫ്റ്റ് യൂസ് ചെയ്തിട്ട് ഇങ്ങനെ മൂവ് ചെയ്ത് വെക്കുകയാണ് ചെയ്യുക. അപ്പം ഇങ്ങനെ മൂവ് ചെയ്ത് കഴിഞ്ഞാൽ കറക്റ്റ് ഇതിൻ്റെ മുകളിൽ തന്നെയാണ് എനിക്ക് ഇതിൻ്റെ കോപ്പി വേണ്ടത്. അതായത് ഈ ഒരു സെയിം ഇതിൻ്റെ മുകളിൽ തന്നെ എനിക്ക് ഇതിൻ്റെ കോപ്പി വേണം. അപ്പം അതിന് നമ്മൾ Ctrl+V കൊടുത്താൽ മതി. ഓക്കെ, അപ്പം നമുക്കിത് കോപ്പി എന്നുള്ള ഓപ്ഷൻ കൊടുത്തിട്ട് ഓക്കെ കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ കോപ്പി ആയിട്ടുണ്ടാവും. ഇപ്പം ഇതിവിടെ
കോപ്പി എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതിന് ഞാനിവിടെ സ്പ്ലൈനിലോട്ട് ഇട്ടിട്ട് ഇതിൻ്റെ ഈ ഒരു ഔട്ടർ ബൗണ്ടറിയിൽ മാത്രം സെലക്ട് ചെയ്തിട്ട് ഡിലീറ്റ് കൊടുക്കുക. അപ്പോൾ ഉള്ളിൽ മാത്രം വരും, പുറത്തത്തെ ആ ഒരു, അതായത് നമ്മൾ രണ്ടാമതെടുത്ത കോപ്പീൻ്റെ ഔട്ടർ ബൗണ്ടറിനെ സ്പ്ലൈനിൽ ഇട്ടിട്ട് സെലക്ട് ചെയ്തിട്ട് ഡിലീറ്റ് ചെയ്യാം. എന്നിട്ട് ഞാനിവിടെ ബിബിൽ കൊടുക്കുമ്പോൾ കണ്ടു ഉള്ളിൽ ആ ഒരു ഡിസൈൻ വരും. ഇനി നമുക്ക് ഇതിൻ്റെ ഹൈറ്റൊക്കെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം. അല്ലെങ്കിൽ കുറച്ച് വണ്ണ് കൊടുക്കാം. എന്നിട്ട് ഇതിൻ്റെ ആ ഒരു വാല്യൂ കുറച്ച് കുറയ്ക്കാം. പിന്നെ ഇതിന് വേണമെന്നുണ്ടെങ്കിൽ ലെവൽ 2 കൊടുത്തിട്ട് അതിൻ്റെ വാല്യൂ അങ്ങനെ ഓരോ ഡിസൈൻ കൊടുക്കാം. പിന്നെ ഡോറിൻ്റെ ആ ഒരു പാനലിൻ്റെ ഡിസൈൻ, എന്നിട്ട് ഇതിൻ്റെ വുഡൻ മെറ്റീരിയൽ കൊടുത്തു കഴിഞ്ഞാൽ വിൻഡോൻ്റെ ഒക്കെ ആ ഒരു വുഡൻ മോഡലുള്ള പാനൽ നമുക്കിത് ഈ ഒരു മെത്തേഡിൽ നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇതൊന്ന് ചെയ്ത് നോക്കാം.